ശബരിമലയിലെ സ്വർണം കട്ടവരിൽ ഒരാൾ അറസ്റ്റിലായി. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരും പങ്കുപറ്റിയവരും ഇപ്പോഴും പുറത്തു വിലസുന്നു. പോറ്റി ചെറിയ മീനാണെന്ന് എല്ലാവർക്കും അറിയാം. വലിയ മീനുകൾ ശബരിമലയ്ക്ക് ചുറ്റും ഇപ്പോഴും കറങ്ങി നടക്കുന്നു. സ്വർണ്ണപ്പാളിയിൽ നിന്നും മാത്രം കവർന്നത് 2 കിലോയോളം സ്വർണം. അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഉള്ളതിനാൽ പ്രത്യേക അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടി. 10 പ്രതികളുമായി. പ്രധാന കേസായ സ്വർണ്ണപ്പാളി മോഷണത്തിൽ പോറ്റിക്കൊപ്പം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ. വാതിൽ ക്രമക്കേടിൽ ദേവസ്വം ബോർഡിലെ അന്നത്തെ ഭരണസമിതിയും. പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ SIT നൽകിയ ആദ്യ റിപ്പോർട്ടിൽ സ്വർണം കട്ടതിൻ്റെ ചില വിവരങ്ങളുണ്ട്. എല്ലാം ഉദ്യോഗസ്ഥരും പോറ്റിയും ചേർന്നുള്ള തട്ടിപ്പ് എന്ന തരത്തിലാണ് അന്വേഷണം പോകുന്നതെങ്കിലും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് പറഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ രേഖയുണ്ടാക്കി വൈകാതെ തന്നെ അത് ചെമ്പാണെന്ന് ഉത്തരവിറക്കാൻ ആരൊക്കെ കൂട്ടുനിന്നു? അത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, ബോർഡ് അംഗങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. ചോദ്യം ചോദിക്കണമെന്ന് മാത്രം. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ്മാർ 2 പേര് FIRൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. നേരത്തെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണം 6 ആഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നമ്മൾ 6 ആഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. വളരെ വേഗത്തിലായില്ലേ? വളരെ സന്തോഷകരമല്ലേ? നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ബാക്കി അന്വേഷണത്തിലൂടെ വരട്ടെ പുറത്ത്. അതിനുമുമ്പ് നമുക്ക് ഉണ്ട്, വരണം. നിശ്ചയമായി ആരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം വരണം. ഒരാളും വിടാൻ പാടില്ല. അത് തന്നെയാണ് ഗവൺമെന്റ് അഭിപ്രായം. ലക്ഷോപലക്ഷം വിശ്വാസികളുടെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ വിശ്വാസവും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. അതിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട് സുവ്യക്തമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് 6 ആഴ്ച ഒന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണം. 6 ആഴ്ച ക്ഷമിച്ച് ഈ അന്വേഷണ ഏജൻസിയോട്, കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന ഈ അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകണം. അതല്ല, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുവാൻ തയ്യാറാകണം. 2 കിലോ സ്വർണം പൊതിഞ്ഞ 2 സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ പോറ്റിക്ക് കഴിഞ്ഞത് ദേവസ്വം ബോർഡിൽ അത്രമാത്രം സ്വാധീനമുള്ളതിനാൽ. മാറി മാറി വന്ന ബോർഡ് ഭരണസമിതിയുമായും ദേവസ്വം മന്ത്രിമാരുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ബന്ധം. സ്വർണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിന് ഇമെയിൽ പോലും അയച്ചതാണ്. എന്നിട്ടും ആർക്കും ഒരു സംശയവും തോന്നിയില്ല. അതേ പോറ്റിക്ക് അതേ സ്വർണ്ണപ്പാളികൾ കഴിഞ്ഞ മാസവും നന്നാക്കാൻ വേണ്ടി നൽകാൻ ആർക്കും കൈവിറച്ചില്ല. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ്. ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാർ സ്റ്റണ്ടും സെക്സും നിറഞ്ഞൊരു സിനിമയായിട്ട് മാറിയിരിക്കുന്നു.
അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ പോലീസുകാരെ വെച്ചിട്ടൊക്കെ കേസ് തേച്ച് മാച്ച് കളയാമെന്ന് കരുതണ്ട. സ്വർണം കട്ടത് മാത്രമല്ല, ആചാര ലംഘനം ഉൾപ്പെടെ നടത്തിയ പഴയ സംഭവങ്ങൾ. നമ്മളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് സ്വാമിയെ ഭരണമയ്യപ്പ. ഇപ്പോൾ ഒരു ചാൻസും കൂടെ വേണമെന്നാണ് പിണറായി പറയുന്നത്. ഇനി ഒരു ചാൻസും കൂടെ ഇദ്ദേഹത്തിന് കൊടുത്താലുണ്ടല്ലോ, നമ്മളൊക്കെ അടുത്ത വർഷം സ്വാമിയെ എന്ന് വിളിച്ചാൽ അയ്യപ്പൻ പറയും ഞാൻ ഇയാളുടെ വയറ്റിൽ കിടക്കുകയാണ് മകനെ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. കാരണം ഇനി വിഴുങ്ങാൻ അത് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടുപോയി. 4.5 kg സ്വർണം ശബരിമല പുണ്യ ഒരു അമ്പലത്തിൻ്റെ 4.5 kg സ്വർണം മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുന്നത്, സാധാരണ ജനങ്ങൾ കാണുന്നത് ഇതൊരു കൊള്ളയാണ്, ഒരു ഏറ്റവും അൺഅക്സെപ്റ്റബിൾ ഒരു എക്സ്പ്ലോയിറ്റേഷനും ഒരു എന്താ പറയുക ഒരു ഇൻസൾട്ടാണ്. അത് ഞങ്ങൾ ഈ വശത്ത് ഇങ്ങനെ കാണുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹി പോയി പറഞ്ഞത് എന്താണ്, ഇതൊരു വീഴ്ചയാണെന്ന്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നതും ജനങ്ങൾ കാണുന്നതും മുഖ്യമന്ത്രി ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതിൽ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ശബരിമലയിലെ എല്ലാ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളുടെ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. 2019 മുതൽ ഇപ്പോൾ വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരും നേരിട്ടോ അല്ലാതെയോ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണ്. എല്ലാം സുതാര്യമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല എന്ന് വ്യക്തമാകുമ്പോൾ ഉദ്യോഗസ്ഥർ മാത്രം ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോൾ ഓർക്കുക, ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമല്ല, ജനാധിപത്യ സർക്കാരാണ് ഭരിക്കുന്നത്. അത് സൗകര്യപൂർവ്വം മറക്കരുത്.